ഫണ്ട് തട്ടിപ്പിൽ ബി.ജെ.പിയെ കുടുക്കി പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ. പൂഞ്ഞാറിൽ ചിലവാക്കിയ തുകയെ സംബന്ധിച്ചാണ് ആരോപണം. 4.5 കോടി രൂപയാണ് ബി.ജെ.പി നേതൃത്വം നൽകിയത്. പണം കൈകാര്യം ചെയ്തത് അങ്ങനെ പുറത്തു വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ. നമ്മുടെ പൂഞ്ഞാർ ആശാന് എന്ന് പറഞ്ഞ ഈയിടെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് പൂഞ്ഞാർ ആശാന് സീറ്റ് കിട്ടൂല. ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെളിയിലിട്ടില്ലേ, എന്തൊക്കെ പ്രകസനങ്ങളായിരുന്നു, എത്രമാത്രം അഹങ്കാരമായിരുന്നു. അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ എവിടെ എത്തേണ്ട മനുഷ്യനാണ്. പക്ഷേങ്കിൽ ഈ ഒരു കാര്യത്തിനും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ അയാൾ പോയി കയറിക്കൊടുത്തത് എവിടെയാണ്? ഇപ്പോഴും മനസ്സിലായില്ലേ? ഇപ്പോഴും അത്തും പിത്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കല. അതായത് എനിക്ക് പൈസ കിട്ടിയില്ലേ എന്ന്. ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കയറിയിട്ട് 30 ലക്ഷം 20 ലക്ഷത്തിൻ്റെ സാധനം പോയി എന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പം വേറെ. അതായത് ഇപ്പോഴും പി.സി. ജോർജ് എന്ന് പറയുന്നൊരു മനുഷ്യന് ഒരു ബലിയും സമൂഹത്തിലില്ല. ഉള്ള കാര്യം പറയുന്നത്, എന്തെങ്കിലും ഒരു ബലിയുണ്ടോ? പി.സി. ജോർജ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബലിയുള്ള മനുഷ്യനായിരുന്നു. അതുമാത്രവുമല്ല, ഒരുപാട് ആരാധകരുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കോൺഗ്രസിനെയും മാർക്സിസ്റ്റിനെയും വെല്ലുവിളിച്ചിട്ട് വിജയിച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളെല്ലാവരും കാണുന്നത് പി.സി. ജോർജ് എന്ന് പറയുന്ന ഒരു അഹങ്കാരിയെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്ക് നിന്നത് തനിക്ക് കിട്ടിയ വോട്ടുകൾ, അതായത് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും പ്രാർത്ഥനയാണ് എന്നൊന്നും മനസ്സിലാക്കാതെ പി.സി. ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് കാണിച്ചു കൂട്ടിയ തമ്മാടിത്തരം, അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വഴി കാണിച്ചു കൊടുത്തു. എന്ത് വഴിയാണ് കാണിച്ചു കൊടുത്തത്? നേരെ വീട്ടിലിരുന്നോ, ഇനി എവിടെയും പോണ്ട, വീട്ടിൽ ആടിനെയും പശുവിനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും ബീഫ് ഒലത്തിയതും അതുപോലെ തന്നെ മുട്ടയോ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് ആശാൻ ഇരുന്നോ, ഇനി ഇങ്ങോട്ട് വന്നിട്ട് ജനങ്ങളെ അങ്ങോട്ട് കൊണയടിക്കാൻ നിൽക്കണ്ട എന്നുള്ള തരത്തിൽ അയാളെ ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പിലായിട്ട് മൂലയ്ക്ക് വെച്ചിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഉറപ്പുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന്. എൻ്റെ പൊന്നു മക്കളെ, അഹങ്കാരം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ബി.ജെ.പിക്കാർ പോലും ഇങ്ങനെയൊക്കെ വോട്ട് ചെയ്യത്തില്ല. അത്രമാത്രം അഹങ്കാരത്തോടു കൂടിയാണ് പിന്നീട് പി.സി. ജോർജ് പെരുമാറുന്നത്. എത്ര ആൾക്കാരെയാണ് വെറുപ്പിച്ചത് ഇദ്ദേഹം, ഈ വിദ്വാൻ. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു സാധ്യതയുമില്ലാത്ത ഒരു മനുഷ്യനായി മങ്ങിക്കൊണ്ടിരിക്കുന്ന പി.സി. ജോർജിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിടുവായുത്തരങ്ങൾ പറയുന്ന പി.സി. ജോർജ് ഇന്ന് മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പല സംഭവങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആശാന് ഇനി വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതാണ് നല്ലത്. അല്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിടുവായുത്തരങ്ങൾ എന്തൊക്കെയാ പറയുക. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയൊരു പരിപാടിയിൽ ബി.ജെ.പിക്കാർ അടുപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതായത് ബി.ജെ.പിയിൽ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാത്തിനും വേണ്ടത് പണം തന്നെയാണ്. പണത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടിയിട്ട് ചേർന്നത് ബി.ജെ.പിയിലാണ്. ബി.ജെ.പിയുടെ അധപതനത്തിനും കാരണം അത് തന്നെയാണ്. ഇപ്പോഴും 3 സീറ്റല്ലേ, ആ 3 സീറ്റ് പോകാനും വലിയ ഇതില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികളെ എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു 4-5 സീറ്റെങ്കിലും കൂടുതലേ കിട്ടത്തുള്ളൂ. ഇവനെ പോലെയുള്ള ആൾക്കാർ എന്തിനാണ് ബി.ജെ.പിക്ക്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിലെ എല്ലാ പാർട്ടികളും പിന്തള്ളിയ കുറേ ടീമുകളെയും ഈ ബിഗ് ബോസ് പോലെയുള്ള ചവറ പരിപാടിയിൽ വരുന്നിരിക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ കുത്തി നിരത്തി അങ്ങ് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഇതെന്താ തമിഴ്നാടാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനമാണെന്ന് വിചാരിച്ചോ? ശരിയാണ് നിങ്ങൾ പറയുന്ന പോലെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ സിനിമാ താരങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡുകളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും, ഇവിടെ കുറച്ച് വിവരമുള്ള മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് പി.സി. ജോർജിനായാലും ഇപ്പം മകനാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ഇതാണ്. അച്ഛൻ ഇതുപോലെ ഇളക്കുമ്പോൾ മകനെ അവിടെ വെച്ച് ഉറപ്പിക്കോ? മകനെ അവിടെ നിന്നും നേരെ എടുത്ത് വെളിയിലിടൂലേ? അത് ഉറപ്പായിട്ടിടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി.സി. ജോർജിന് ഇനിയൊരു ഇതില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജിനെ മത്സരിപ്പിക്കത്തില്ല. ഇനി ഇയാൾ ഒറ്റയ്ക്ക് പോയിട്ട് മത്സരിക്കേണ്ടിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള കാര്യം പറയുന്നതിനെന്താ, പണ്ടൊക്കെ പി.സി. ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റക്കൊമ്പൻ തന്നെയായിരുന്നു. ഒരുപാട് പേരുടെ രോമാഞ്ചം തന്നെയായിരുന്നു. അതായത് പി.സി. ജോർജ് ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പി.സി. ജോർജിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ഉദ്യോഗസ്ഥരെയൊക്കെ മലർത്തി അടിച്ചുകൊണ്ട് നമ്മൾ കണ്ടതല്ലേ പ്രകസനങ്ങൾ. കരണ്ടില്ല എന്ന് പറഞ്ഞ് കരണ്ട് ഓഫീസിൽ പോയിട്ട് പി.സി. ജോർജ് കാണിച്ച പ്രകസനങ്ങൾ, അന്ന് 4 ലൈനുകൾ പി.സി. ജോർജ് ഇങ്ങനെ കയ്യിലെടുത്ത് അമ്മാനമാടി അവിടെ വലിച്ചു ചുരുട്ടിയിട്ടു എന്നാണ് പറയുന്നത്. അമ്മാതിരി പ്രകസനമല്ലായിരുന്നോ? അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോഴും ഞാൻ കാച്ചിത്തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് ഒരു ഉണ്ടയില്ല തോക്കൊക്കെ എടുത്ത് പിന്നീട് പറയുന്ന കേട്ടോ ആ ഒരു തോക്കൊക്കെ വെടിപൊട്ടുന്നത് തന്നെയാണ്. പക്ഷെ ധൈര്യമുണ്ടായിട്ടില്ല. അതാണ് പറയുന്നത്, ധൈര്യമുണ്ടായിട്ടില്ല. ജനങ്ങളുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്ക് ചൂണ്ടാനൊക്കെ ഇങ്ങനെ ആരാ? പ്രായിക്കര പാപ്പാനോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പണ്ടേതൊരു സിനിമയുള്ള പ്രായിക്കര പാപ്പാൻ, അതാണോ ഈ പി സി ജോർജ്? ഇനി പി സി ജോർജിൻ്റെ കഥയാണോടെ പ്രായിക്കര പാപ്പാൻ എന്നുള്ള സംശയങ്ങളും എനിക്ക് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് പി സി ജോർജിന് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വന്ന പൈസകൾ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഏതായാലും അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ ബി.ജെ.പിയെ കുടുക്കി പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ. പൂഞ്ഞാറിൽ ചിലവാക്കിയ തുകയെ സംബന്ധിച്ചാണ് ആരോപണം. 4.5 കോടി രൂപയാണ് ബി.ജെ.പി നേതൃത്വം നൽകിയത്. പണം കൈകാര്യം ചെയ്തത് ബി.ജെ.പി നേതാവ് സജിയായിരുന്നു. ചിലവാക്കിയതിന്റെ കണക്ക് ഞാൻ നോക്കിയാൽ ബി.ജെ.പി പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാകും. ബൂത്തിൽ 37,000 രൂപ വീതം നൽകണം എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. ആ പണം എവിടെ പോയെന്നും പി സി ജോർജ് ചോദിച്ചു. എരുമേലിയിൽ ബി.ജെ.പി യോഗത്തിലായിരുന്നു പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ. 4 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടിക്ക് കഴിഞ്ഞ ആ രൂപ നമ്മുടെ വിശദാംശങ്ങളുമായി ബിനോയ് രാജൻ ചേരുന്നു. ബിനോയ്, കിട്ടിയതിന്റെയും ചെലവാക്കിയതിന്റെയും കണക്ക് പി സി ജോർജ് പറഞ്ഞത് പുറത്തു വന്നത് എന്തായാലും ബി.ജെ.പി വെട്ടിലാക്കുമല്ലോ. ഇത് ബി.ജെ.പിയുടെ ദേശീയ നേതാവ് കൂടിയാണ് പി സി ജോർജ്. പി സി ജോർജ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും മറുപടി പറയുന്നതിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഒരു യോഗം കഴിഞ്ഞ ജൂലൈയിൽ എരുമേലിയിൽ വെച്ച് നടന്നിരുന്നു. ഈ യോഗത്തിലാണ് പ്രവർത്തകരോട് ഈ കണക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പി സി ജോർജ് പറഞ്ഞത്. പൂഞ്ഞാറിൽ മാത്രം 4.5 കോടി രൂപയാണ് ബി.ജെ.പി നേതൃത്വം നൽകിയത്. ആ പണം എങ്ങോട്ട് പോയി, ആരൊക്കെ കൈപ്പറ്റി, നിങ്ങൾക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പി സി ജോർജിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. താൻ പൈസ ഒന്നും കണ്ടിട്ടില്ല, താൻ ഇതിന്റെ പണമിടപാടിൽ ഇടപെട്ടിട്ടുമില്ല. ഇതെല്ലാം കൈകാര്യം ചെയ്തത് ബി.ജെ.പിയുടെ ചുമതലയുണ്ടായിരുന്ന ബി.ജെ.പി നേതാവ് സജി കിരിക്കാടനായിരുന്നു. സജിയോട് വിശദാംശങ്ങൾ ചോദിച്ചു. പക്ഷേ അതിനുശേഷം സജി നൽകിയ കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഓരോ ബൂത്തിനും 34,000 രൂപ നൽകേണ്ടതായിരുന്നു. പലർക്കും അത് കിട്ടിയിട്ടില്ല. അങ്ങനെ പണം കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് തിടനാട് ഭാരവാഹിയും താളകട്ടി ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ ചോദിച്ചു. പക്ഷേ അവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോൾ ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പി സി ജോർജ് ചോദിക്കുന്നത്. ഈ ബി.ജെ.പിയുടെ കാശും വാങ്ങിച്ചുകൊണ്ട് കാറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാറടിച്ചു പോകും, അത് തന്റെ പ്രാക്കാണെന്നും പി സി ജോർജ് പറയുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്ന ഒരു ഇതിലായിരുന്നു ഈ പി സി ജോർജിന്റെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ. പക്ഷേ പി സി ജോർജ് ഇതിന് ശേഷം ഇങ്ങനെ പറഞ്ഞത് തന്നെ തെറ്റിദ്ധാരണ. അതായത് നമ്മുടെ പി സി ആശാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4.5 കോടി രൂപയോളം പിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ 4.5 കോടി രൂപ എവിടെയാണ് പോയത്, എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. എനിക്കാരും കണക്കും തന്നിട്ടില്ല, ഒരു കുന്തവും തന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് നിന്നും കൈയിട്ട് വാരിയ ഒരുത്തം പോലും നന്നാകാൻ പോകുന്നില്ല. കാറ് വാങ്ങിച്ചവനൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് നീയൊക്കെ തീരും എന്നുള്ള തരത്തിൽ തന്നെയാണ് പി സി പ്രാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പി സി ഇതേ പ്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ മുഖ്യ പൈസയുടെ കാറൊക്കെ ആക്സിഡൻ്റ് ഇങ്ങനെ ആകുന്നത് കാണാം. അപ്പോഴെല്ലാവർക്കും പറയാം പി സിയുടെ ശാപം, പി സിയുടെ ശാപം എത്ര വേണം എന്ന് പറഞ്ഞ പാട്ടും പാടി നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നേരാന്നെന്ന് എനിക്ക് പറയുള്ളൂ. ഇയാളൊക്കെ എവിടുന്ന് വന്ന മനുഷ്യനാടേ? അതായത് നിങ്ങളൊക്കെ മുഖ്യ വാങ്ങിച്ച കാറുകളൊക്കെ ആക്സിഡൻ്റ് ആയി പോകും എന്ന് വിളിച്ചു പറയുകയാണ്. എന്നാൽ ആ പൈസ എങ്ങോട്ട് പോയി ഒരു അന്വേഷണം വെക്കണം എന്നൊന്നും അല്ല പറയുന്നത്. 4.5 കോടി രൂപയൊക്കെ പിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇവന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞ ആക്രാന്തം ഇവന്മാരുടെയൊക്കെ അണ്ണാക്കിൽ എത്ര തള്ളിയിട്ട് പോയിട്ടുണ്ടാകും. അതായത് വെറുതെ അല്ല ഇതിൻ്റെ അകത്തേക്ക് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാരിങ്ങനെ കുത്തിക്കയറ്റി നിൽക്കുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാർജിക്ക് മാത്രമേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അയാളോട് ആരോ പറഞ്ഞു കോടികൾ കിട്ടുമെന്ന്, 1 കോടി പോലും കിട്ടിയിട്ടില്ല. അവസാനം ഒരു കോണകം മാത്രമാണ് അയാൾക്ക് കിട്ടിയത് എന്ന് അയാൾ തുറന്നു പറഞ്ഞു. കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് സ്ഥാനാർത്ഥിയായി അവസാനം ഒരു കോണകം മാത്രമാണ് കിട്ടിയത്. സുഹൃത്തുക്കളെ, കോണകം മാത്രമാണ്. ഏതായാലും പി സി ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടിലിരുന്ന് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ടി വിയൊക്കെ കണ്ട് ഉറങ്ങി തീർക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലായത് അദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെയാണ്. അയാളുടെ നാക്ക് കാരണം തന്നെയാണ് അയാൾ ഇന്ന് എടുക്കാൻ പൈസയായത്. എത്രമാത്രം വിലയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ പി സി ജോർജ് എന്ന് പറയുന്നയാൾ. ഇപ്പോഴെന്താണ് ഇങ്ങനെയായത്? അയാളുടെ നാക്ക് തന്നെ. അയാൾ പല അവസരങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരവാദിയായിട്ട് അയാൾ പലരെയും എന്ന് പറഞ്ഞാൽ കണ്ണീര് കൊടുപ്പിച്ചിട്ടുണ്ട്. അയാൾ എന്തൊക്കെ വിടുവായുത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓരോ ആൾക്കാർക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പി സി ജോർജിൻ്റെ വിടുവായുത്തരങ്ങൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.